നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അനീസ് കെ മാപ്പിള സാറാണ്. ദ സ്ലേവ് ജെനസിസ് എന്ന് പറയുന്ന വയനാട്ടിലെ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പണിയ കമ്മ്യൂണിറ്റിയിലെ ഒരു മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു റിച്വലിൻ്റെ ബേസിസിൽ സാറ് ഡയറക്റ്റ് ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയാണ് ദ സ്ലേവ് ജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ സാറിനെ പ്രേരിപ്പിച്ചതെന്നും അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് മെസ്സേജാണ് സാർ ഉദ്ദേശിച്ചതെന്നൊന്ന് കേട്ടിട്ട് നമുക്ക് ആ ഡോക്യുമെൻ്ററി കാണാം. നമസ്കാരം. ഇത് ഒരു വളരെ പുതിയ ഡോക്യുമെൻ്ററി അല്ല. 2017 ഞാനിത് പൂർത്തീകരിക്കുന്നത്. ഞാൻ അതിൻ്റെ ചിത്രീകരണം തുടങ്ങുന്നത് 2013 ഏകദേശം ഒരു 3.5 വർഷം കൊണ്ടാണ് ഞാനിത് ഫിനിഷ് ചെയ്തത്. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ആ ഒരു സബ്ജക്റ്റിനെ മനസ്സിലാക്കുക, ഒപ്പം അതിൻ്റെ ഒരു സാങ്കേതിക വശം കൂടെ കൈകാര്യം അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക, ഇത്രയും ഘടകങ്ങൾ വേണ്ടി വന്നതുകൊണ്ട് എടുത്ത ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ടൈമാണ്. കാരണം ഞാൻ വയനാട്ടുകാരനാണ്. എനിക്ക് ചുറ്റിലുമുള്ള എൻ്റെ സൗഹൃദ വലയങ്ങളിലുള്ള ഞാൻ എന്നും എൻ്റെ വളരെ ചെറിയ കാലം മുതൽ തന്നെ ഞാൻ കണ്ട് ശീലിച്ച ഒരു സമുദായത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയാണിത്. എന്നിരുന്നാൽ തന്നെയും ഒരുപാട് പരിമിതികൾ. കാരണം ഞാൻ എന്നും കണ്ട ജനങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെയും എൻ്റെ ഒപ്പം ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരുപാട് പണിയ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ എനിക്കുണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഞാൻ അവരെ എത്രമാത്രം അവരുടെ ഒരു അസ്തിത്വം ഞാൻ എത്രമാത്രം മനസ്സിലാക്കി എന്നുള്ളത്, അത് എത്രമാത്രം പരിമിതമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണത്തിൻ്റെ ഒരു വഴിയിലാണ്. സ്വാഭാവികമായും എൻ്റെ ആശയത്തിനെ തിരുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉത്തരവാദിത്തം. അത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് പൂർണ്ണമായും സാധിക്കുകയും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ആ ഡോക്യുമെൻ്ററി ഇപ്പോൾ ഈ ഒരു 5 വർഷത്തിന് ശേഷമാണ് ഞാൻ 6 വർഷത്തിന് ശേഷമാണ് ഞാൻ അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് വന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ രീതിയിലായിരിക്കില്ല അതിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഒരുപക്ഷെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കില്ല. ആ രീതിയിൽ അതിൻ്റെ പഴക്കം കുറച്ച് വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് പേനപ്പാട്ട് എന്ന് പറയുന്ന, നിങ്ങൾക്ക് അറിയായിരിക്കും, പേയ്പാട്ട്, പ്രേതഭാഷണം എന്നെല്ലാം പറയുന്ന ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഡോക്യുമെൻ്ററി. ഞാനിതിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ എനിക്ക് യാതൊരു അവരുടെ തൊഴിൽ പരിസരങ്ങൾ, മറ്റ് റിച്വലുകളുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ചിത്രീകരിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിത് തുടങ്ങിയത്. പക്ഷേ വളരെ യാദൃശികമായിട്ടാണ് പേനപ്പാട്ട് എൻ്റെ മുന്നിലെത്തുന്നത്. ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് മരണപ്പെട്ടു എന്ന് കരുതി ഭയന്ന് ഒരു ചെറുപ്പക്കാരൻ അയാളുടെ വീടിൻ്റെ മുന്നിലെ മരത്തിൽ തൂങ്ങി മരിക്കുന്നു. ആ മരണത്തിന് ശേഷം ആ വീട്ടിൽ നടക്കുന്നത് പേനപ്പാട്ടാണ്. ഈ പേയ്പാട്ട് എന്ന് നമ്മൾ പറയുന്ന പ്രേതഭാഷണം എന്ന് പറയുന്ന ആ മരണപ്പെട്ടവൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ആ ചടങ്ങ്, അത് സംഭവിക്കുന്നത് ഈ ആത്മഹത്യക്ക് ശേഷമാണ്. ആത്മഹത്യ സംഭവിച്ചതിന് കാരണമുണ്ട്. അയാൾ മദ്യലഹരിയിലായിരുന്നു. അയാളൊരു ചെറുപ്പക്കാരനാണ്. അയാളുടെ ഭാര്യയെ അടിച്ച് ആ സ്ത്രീ മരണപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നടന്ന ഒരു പേനപ്പാട്ടാണ് ഞാൻ ആദ്യമായി കാണുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് തുടങ്ങിയത്. അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് വളരെ വിശാലമായ ഒരു ലോകത്തായിരുന്നു. എനിക്ക് പേനപ്പാട്ട് എന്താണെന്നും അതിൻ്റെ അർത്ഥം പല ഭാഗങ്ങളിലെയും അത് എത്രമാത്രം എക്കോസെൻട്രിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അത് നമ്മളുടെ ചുറ്റിലും ജീവിക്കുന്ന ഓരോ ജീവികൾ, ഒരു മനുഷ്യൻ്റെ ചുറ്റിലും ജനിച്ച്
ജീവിച്ച് മരിക്കുന്ന ഓരോ ജീവികളെയും എത്രമാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു ഗോത്ര ജനത അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു എക്സ്പ്രഷനാണ് പേനപ്പാട്ട് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അപ്പോൾ അതെനിക്ക് പറഞ്ഞു തന്ന വെള്ളി എന്ന് പറയുന്ന മൂപ്പൻ കുറേ ദിവസം കൂടെ നടന്ന് അവസാനം എനിക്ക് വേണ്ട കാര്യം, എനിക്ക് എന്താണ് വേണ്ടത് അത് അറിഞ്ഞുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്ന മൂപ്പനാണ് വെള്ളി. നിങ്ങൾക്ക് കാണാം ഈ ഡോക്യുമെൻ്ററിയിൽ. ചിലപ്പോൾ ഇത് പലതരത്തിലും ആൾക്കാർ കണ്ടിട്ടുണ്ട് ഈ ഡോക്യുമെൻ്ററി. ലൈക്ക് ഒരു ആന്ത്രപ്പോളജി ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവിൽ കണ്ടിട്ടുണ്ട്, സോഷ്യോളജിക്കലായിട്ടുള്ള, സാഹിത്യപരമായിട്ടുള്ള. കാരണം ഇതെല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന ഒരു ഇതാണ്. ഒന്നാമത് ആ ഒരു പേനപ്പാട്ടിൻ്റെ ഒരു ചുറ്റുപാട്, അതിൻ്റെ ഒരു അതുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പലരും ഇതിനെ പല രീതിയിലാണ് സമീപിച്ചിരിക്കുന്നത്. പലർക്കും ഇത് ചില തരം അക്കാദമിക്കലി ഇതിനെ കാണുന്ന ആളുകൾക്ക് ഇത് ഒരു സംവിധായകൻ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ മുകളിൽ നടത്തുന്ന ഒരു ക്യാമറ വെച്ച് നടത്തുന്ന കടന്നുകയറ്റമായിട്ട് അഭിപ്രായമുള്ളവരുണ്ട്. അതല്ല എന്നും അഭിപ്രായമുള്ള ചിലരെയും കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വർക്ക് കാണാം, നമുക്ക് സമയമുണ്ടെങ്കിൽ അതിനുശേഷം സംസാരിക്കുകയും ചെയ്യാം. കുറച്ച് ദൈർഘ്യമുള്ളതാണ്, 1 മണിക്കൂറൊക്കെ ദൈർഘ്യമുണ്ട്. നിങ്ങളതൊരു ആ രീതിയിൽ ചില ചാപ്റ്റേഴ്സായിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോഴേക്കാണ് നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു കണ്ടൻറ്റിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് കണ്ടു നോക്കാം. Hanggaling benggal mo ada na tayo kanumpong tinggi ile na mele hanggaling benggal tinggi nganju bila di bo bayung guru di bo ile di bangen le